കെ ഗണേഷ് നേരിട്ട് BJP വിഷയത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ടും ഈ വിഷയത്തിൽ അവിടെ ABVP യൂണിറ്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതുകൊണ്ടും അഥവാ ABVP യൂണിറ്റ് വലിയ രീതിയിൽ ഈ പ്രശ്നങ്ങളിൽ പോവാത്തുള്ള അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കാഞ്ഞത്. പക്ഷേ ഈ പൂക്കോട് നടന്നതിൻ്റെ തനിയാവർത്തനം തന്നെയാണ് കാര്യവട്ടം ക്യാമ്പസിൽ നടന്നത് എന്നാണോ കെ ഗണേഷും കരുതുന്നത്? പൂക്കോടും അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിലൊക്കെ നടന്നത് ഇത് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും SFI നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ അരുൺകുമാർ ചോദിക്കുന്നുണ്ട്. അവിടെ അരുൺകുമാർ തന്നെ പറയുന്നുണ്ട് സെക്യൂരിറ്റിയുടെ പണിയെടുക്കേണ്ട ആൾക്കാരല്ല SFIക്കാരെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല ഇവരെ ആരാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഇവിടെ കേരള പോലീസിൻ്റെ ജോലിയെടുക്കാൻ, ആഭ്യന്തര വകുപ്പിൻ്റെ ജോലിയെടുക്കാൻ SFIയെ മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രി എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. മുഖ്യമന്ത്രി ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് പറയുന്നത് കേട്ടു, ഞാൻ ദാസനാണ്, ജനങ്ങളുടെ ദാസനാണ്. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് പണ്ട് നമ്മുടെ ശ്രീനിവാസൻ്റെ ഒരു കഥാപാത്രമുണ്ടല്ലോ, കാരക്കൂട്ടിൽ ദാസൻ. ആ കാരക്കൂട്ടിൽ ദാസനാണ് മുഖ്യമന്ത്രി എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. കാരണം കാരക്കൂട്ടിൽ ദാസൻ്റെ പ്രവർത്തികൾ നമുക്കറിയാലോ, എന്തൊക്കെയാണ് കാരക്കൂട്ടിൽ ദാസൻ ആ സിനിമയിൽ കാണിച്ചു കൂട്ടുന്നത്. അതുപോലെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറയുന്ന സമയത്ത് എനിക്കും കേരളത്തിലെ സമൂഹത്തിനും മനസ്സിലായത് ഇവരൊരു പാഠം പഠിക്കാൻ തയ്യാറല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ക്യാമ്പസുകളിലും കേരളത്തിലെ ഇത്തരത്തിലുള്ള ഇവരുടെ പാർട്ടി ഗ്രാമങ്ങളിലും ഒക്കെ നടക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇവരെ ചോദ്യം ചെയ്യാനോ ഇവർക്കെതിരെ പറയാനോ ഒന്നും ഇവർ അനുവദിക്കുകയില്ല. അവിടെ അവരുണ്ടാക്കുന്ന ഒരു ഭരണഘടനയും അവരുണ്ടാക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയും ആണ് അവിടെ പാർട്ടിയുടെ എന്താ പറയുക, പാർട്ടിക്കാരന് പറയുന്ന പോലെ പാർട്ടി കോടതിയും പാർട്ടി ജനാധിപത്യവും ഒക്കെ മാത്രമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. മറ്റൊന്നും ഇവർ സമ്മതിക്കാത്ത സാഹചര്യമാണ്. കാരണം ഇവരിത് പാഠം പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരിങ്ങനെ പാഠം പഠിക്കേണ്ട എന്ന് തന്നെയാണ്. പാഠം പഠിച്ച് അങ്ങനെ ഇത് തുടർന്നാൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളിലൊക്കെ ഒരു പ്രതീക്ഷയോടെ കാണാൻ തുടങ്ങിയത് ഇവരുടെ ഈ അല്ല ചെയ്യാതെ നോക്കേണ്ടത് അവരെ കടമയല്ലേ. ഇന്ന് ASF ഞാൻ നോക്കിയിരുന്നു, ASFിൻ്റെ ഒരു പ്രസ്താവന, ഇവരുടെ സഹോദര സംഘടന തന്നെയല്ലേ ASF. ആ ASFിൻ്റെ പ്രസ്താവന, അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രസ്താവനയുണ്ട്. SFIക്കെതിരാണ്, SFIക്കെതിരായിട്ടാണ്, ABVPക്കെതിരെ MSFനെതിരെ അല്ലെങ്കിൽ മറ്റു ജനയുഗം വിശേഷിപ്പിച്ചത്. ഇന്ന് CPയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് ഇടതുപക്ഷത്തെക്കുറിച്ച് ഒരു ചുക്കുമറിയാത്തവരാണ് ഇപ്പോഴുള്ളത്, ഇവർ ശൈലി മാറ്റണം എന്നൊക്കെ കടുത്ത വിമർശനങ്ങളുണ്ട്. നമുക്ക് അതിന് അരുൺകുമാറിനോട് മറുപടി ചോദിക്കാം. അതിനു മുമ്പ് ഗണേഷ്, ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് സാൻജേഴ്സിലോട്ട് പോയിട്ട് വരട്ടെ. ഗണേഷിന് അനുവാദത്തോടു കൂടി. ഗണേഷ് നേരിട്ട് അധികം സ്റ്റേക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അധികം ചോദ്യങ്ങൾ ചോദിച്ച് ഗണേഷിനെ ബുദ്ധിമുട്ടിക്കാത്തത്.